നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ. അവസാനത്തെ ആ ചുംബനം സത്യം പറഞ്ഞാലേ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടോ. സ്വന്തം ഭർത്താവ് വിദേശത്തുള്ള ആരെങ്കിലും ഇങ്ങനെ ഭാര്യയെ പിരിഞ്ഞിട്ട് പോകുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഉള്ളിൽ എന്തായാലും ഒരു നീറ്റിലുണ്ടാവില്ലേ. എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം സത്യം പറയുകയാണെങ്കിൽ ആ അവസാന നിമിഷം ഭാര്യ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നൊരു നിമിഷമുണ്ട്, മക്കളെ ഉള്ളിൽ തകർന്നു പോട്ടോ. സത്യം പറയണം, അവസാനമായിട്ട് അവൾ ഒരു ചുംബനം നൽകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുമ്പ് അവളെ കൂടെ ജീവിച്ച ആ രംഗങ്ങൾ, നല്ല നിമിഷങ്ങളൊക്കെ നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടി വരും. ആ ഒരു സെക്കൻഡ് നിമിഷത്തിനുള്ളിൽ എല്ലാം നമ്മളെ മുന്നിൽ കൺമുന്നിൽ പറഞ്ഞു. പണ്ടൊരാൾ പറഞ്ഞ പോലെ മരിക്കുന്നതിന് കുറച്ച് മുൻപ് നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടി എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൺമുന്നിൽ കാണും എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ആ ഒരു നിമിഷം. അവസാനമായിട്ട് അവൾ നൽകുന്ന ആ ഒരു ചുംബനം, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ചുംബനം, ആ സമയമുണ്ടല്ലോ, നമ്മൾ എത്ര മാസമാണോ അവളുടെ കൂടെ ഉണ്ടായത്, ഒന്നാണെങ്കിൽ 1, രണ്ടാണെങ്കിൽ 2, എല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം, ആ ഒരു നിമിഷത്തിൽ നീയും നിൻ്റെ ഭാര്യയും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ചെയ്ത എല്ലാ സന്തോഷകരമായ നിമിഷങ്ങളും എൻ്റെ കൺമുന്നിലേക്ക് വരും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, എനിക്ക് ഇത്രയും കാലമായിട്ട് വന്നിട്ടുണ്ട്. മറ്റുള്ളവരെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ ഇത് വീഡിയോ ചെയ്യണം ഉദ്ദേശിച്ചതിന് മുമ്പ് ഞാൻ 2-3 ആൾക്കാരോട് ചോദിച്ചിരുന്നു, പ്രവാസികളായ ആൾക്കാരോട്. അവരൊക്കെ തന്ന ഉത്തരം എനിക്കത് തന്നെ കേട്ടോ. ജഫർ, ആ ഒരു അവസാന നിമിഷം, നമ്മൾ ഒരു മാസമാണെങ്കിൽ ആ ഒരു മാസം നമ്മൾ നടന്നു പോയ ഇടവഴികൾ വരെ നമ്മളുടെ കൺമുന്നിലേക്ക് തെളിയുന്ന പറഞ്ഞവരൊക്കെ. അതാണ് ജീവിതം. ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടോ? അതിനിപ്പോൾ പ്രവാസികളെന്നില്ല, ഭാര്യയെ പിരിഞ്ഞിരിക്കുന്ന 6, 7, 8 മാസം പിരിഞ്ഞിരിക്കുന്നവർക്ക് പോലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ പിരിഞ്ഞിരിക്കുന്ന ഭർത്താവട്ടെ അല്ലെങ്കിൽ ഭാര്യ ആവട്ടെ, അവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്കൊന്ന് മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളങ്ങനെ പിരിഞ്ഞിരിക്കുന്ന ഭർത്താവിൻ്റെ ഭാര്യയ്ക്കും ഇത് അയച്ചു കൊടുക്കട്ടോ. നിങ്ങൾക്കിങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കുക.